നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. വികൃതി ചെറുക്കൻ അവൻ്റെ അമ്മയുടെ കൂടെ പോയി. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ സാധനങ്ങളിൽ നിന്നെല്ലാം സ്റ്റിക്കർ എടുത്ത് ഒന്നിൻ്റെ സ്റ്റിക്കർ മറ്റൊന്നായിട്ട് ഒട്ടിച്ചു. അങ്ങനെ ഒട്ടിച്ച് പോയി. ഒടുവിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് പെൻസിലിന് 5000 രൂപ, ഫ്രിഡ്ജിന് 3 രൂപ. കാര്യം സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുക. സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇതുപോലെയായി ഇന്ന് നമ്മൾ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചിരിക്കുക. ആത്മീക കാര്യങ്ങൾക്ക് വിലയില്ല. ഭൂമിയിലെ കാര്യങ്ങൾ, ലൗകികമായ കാര്യങ്ങൾ, അതിന് വലിയ വില കൊടുത്തിരിക്കുകയാണ്, വില പറഞ്ഞിരിക്കുകയാണ്. വക്രതയും കോട്ടവുമുള്ള തലമുറ, വില മാറ്റി ഒട്ടിച്ചിരിക്കുന്ന അതിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. സേവ് യുവർ സെൽഫ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. അതായത് പാപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു, പക്ഷെ ലോകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചോണമെന്ന്. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലായോ? പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചു, പക്ഷെ രക്ഷിച്ച് ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിലേക്കാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. നമുക്കറിയാം, നടുവിൽ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന്. അവിടെയാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അവിടെ നമ്മൾ വ്യത്യസ്തത സൂക്ഷിക്കണം. വി നീഡ് ടു ബി ഡിഫറൻറ്റ്. അവരെ പോലെ ആകരുത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ലൗകികന്മാരെ പോലെ ആകരുത്. മതപരമായ ചടങ്ങുകളിൽ ആശ്രയിച്ച് ജീവിത വിശുദ്ധി സൂക്ഷിക്കാതെ, അതിൻ്റെ ആത്മാവിലേക്ക് കടക്കാതെ അക്ഷരത്തിൽ ജീവിക്കുന്നവരോട് നിങ്ങൾ തുല്യരാകരുത്. നിങ്ങൾ ന്യായശാസ്ത്രിമാരെ പോലെ ആകരുത്. നിങ്ങൾ പരീശന്മാരെ പോലെ ആകരുത്. നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. ഈ ലോകത്തോട് നിങ്ങൾ ആ രീതിയിൽ ലൗകികന്മാരായിട്ട് പോകരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അതാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ അവസാനമായിട്ട് പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ സെപ്പറേഷനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, സെപ്പറേഷൻ എന്നാൽ ഐസൊലേഷൻ ആണെന്ന് ആൾക്കാരങ്ങ് ചിന്തിച്ചു പോകും. അതായത് അവരെ പോലെ ആകരുത്, ഇവരെ പോലെ ആകരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അവരുടെ കൂടെ നടക്കരുത്, അവരെ കാണരുത്, അവരുടെ അടുത്ത് പോകരുത്, അവരുടെ വീട്ടിൽ താമസിക്കരുത് എന്നൊക്കെ പറയുന്ന ഐസൊലേഷൻ അതിനൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വേർപാട് എന്ന് പറയുന്നത് ഒറ്റപ്പെടലല്ല. സെപ്പറേഷൻ ഈസ് നോട്ട് ഐസൊലേഷൻ. നമ്മൾ ഈ തലമുറയിലാണ് ജീവിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതായ കാര്യം, ഫിലിപ്പിയ 2 അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. നമ്മളെവിടെ തന്നെയാണ്? നമ്മളെ ദൈവം രക്ഷിച്ചെടുത്തുകൊണ്ട് പോകുന്നില്ല. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിലാണ് നമ്മൾ. ആ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അവരെ ഇട്ടേച്ച് വേറൊരു ലോകത്ത് പോയി താമസിക്കാനല്ല, അവരുടെ നടുവിൽ നമ്മൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകണം. ഈ ലോകത്തിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വ്യത്യസ്തത വേണ്ടത്. ഇവരിൽ നിന്ന് ഓടിയൊളിക്കുകയല്ല, പ്രത്യുത അവരുടെ ഇടയിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകുവാൻ, ഇതിനിടയിൽ അവരുടെ ഇടയിൽ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 18-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഞാൻ അവരെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചു. പക്ഷെ എവിടെ ആക്കിയിരിക്കുന്നത്? ലോകത്തിൽ തന്നെയാണ് ആക്കിയിരിക്കുന്നത്. ലോകത്തിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തു, ലോകത്തിൽ തന്നെ ആക്കി മടക്കി അയച്ചിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതല്ല ഇതിനെയൊക്കെ അങ്ങ് കളഞ്ഞേച്ച് നമ്മളൊരു ഏതെങ്കിലും ഐലൻഡിൽ പോയി താമസിച്ചാലോ, ഐലൻഡോ ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്തോ പോയി താമസിച്ചാലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ വേണമെന്നുള്ളവരുണ്ട്. അങ്ങനെ മൊണാസ്ട്രി ഒക്കെ തുടങ്ങിയത് പലതും ഇതുപോലെ ഐസൊലേഷൻ്റെ ഒരു ഭാഗമായിട്ട് തുടങ്ങിയ അവസ്ഥകളൊക്കെ പണ്ട് കാലത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഐസൊലേറ്റഡ് ആകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഇവരുടെ ഇടയിൽ തന്നെ താമസിച്ചുകൊണ്ട് വ്യത്യസ്തരാകുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാര്യം, അവരുടെ ഇടയിലായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക്
വിറ്റ്നസസ് ആകുവാൻ, സാക്ഷികളാകുവാൻ കഴിയുന്നത്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്തും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഉപ്പ്, നമ്മുടെ കറിയിൽ നമ്മൾ ഉപ്പിടുകയാണെന്ന് വെച്ചു, ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് കെട്ടി വായു കടക്കാതെ നമ്മൾ ഉപ്പ് അതിനകത്ത് വെച്ചിട്ട് ഈ കറിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഉപ്പ് കിട്ടുമോ? ഇല്ല. ഇതുപോലെ നമ്മൾ സെക്ലൂഡഡ് ആയിട്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അല്ലെങ്കിൽ നമ്മളെ തന്നെ മാറ്റി നിർത്തിയാൽ നമുക്ക് സോൾട്ട് ആകാൻ പറ്റത്തില്ല. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പാകുവാനാണ്. ഉപ്പിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലേ പറ്റൂ. വെളിച്ചം, കർത്താവ് പറയുന്നു, വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ എത്ര വെക്കുന്നത്, പറയിൻ കീഴിലല്ല, ഇരുട്ടുള്ളിടത്താണ് പ്രകാശം വരേണ്ടത്. എന്നാലേ നമുക്ക് വിറ്റ്നസിങ് പറ്റുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട്, ഒരു ഐലൻഡിൽ പോയി താമസിച്ചാൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ എങ്ങനെയാ മനുഷ്യൻ കാണുന്നത്? അവരിൽ നിന്ന് വിദൂര ലോകത്ത് പോയി നമ്മളെ തന്നെ ഐസൊലേറ്റഡ് ആക്കിയാൽ എങ്ങനെ നമുക്ക് സാക്ഷിയാകാൻ പറ്റും? അവരുടെ ഇടയിൽ അങ്ങനെ തന്നെ വേണം. മനുഷ്യർ തങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മൾ വെളിച്ചമാണെന്ന് പറഞ്ഞു, വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. സഭയ്ക്കുള്ളിൽ മാത്രമല്ല, അവരുടെ മുമ്പിൽ. നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം, പക്ഷേ നമ്മൾ ലോകക്കാരല്ല, അത് ഓർത്തോണം. ലോകത്തിൽ നമ്മൾ വ്യത്യസ്തത സൂക്ഷിക്കണം, പക്ഷേ ഐസൊലേറ്റഡ് ആകുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. പിന്നെ ചിലവ് പറയും, ബ്രദറെ ഈ ലോകത്തിലൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നു, എങ്ങനെ ഈ ലോകത്തിൽ വിശുദ്ധനായിട്ടൊക്കെ എങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ വിശുദ്ധന്മാരുടെ ഒരു ലോകമാണെങ്കിൽ പിന്നെ വേണ്ടില്ല. ഇത് ഈ ലോകത്തിൽ എങ്ങനെയാണ് വിശുദ്ധിയോടൊക്കെ ജീവിക്കുന്നത്? ഈ ലോകത്തിലാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. ലോകം നന്നായി കഴിഞ്ഞ് നമുക്ക് സാക്ഷികളാകാനായിട്ട് കഴിയില്ല. 1 കൊരിന്ത്യരുടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വേദഭാഗം, 1 കൊരിന്ത്യർ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ദുർനടപ്പുകാരോട് സംസർഗം അരുത്. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും. ലോകത്തെ മുഴുവൻ നന്നാക്കിയിട്ട് ഞാൻ അവരുടെ അടുത്തോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അങ്ങനെയല്ല. അവരങ്ങനെ തന്നെയാണ്. അവർ ദുർനടപ്പുകാരാണ്, അത്യാഗ്രഹികളാണ്, പിടിച്ചുപറിക്കാരാണ്, വിഗ്രഹാരാധികളാണ്. അവരുടെ ഇടയിൽ, അതവിടെ പറയുന്നത്, അവരുടെ ഇടയിൽ നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്, നമ്മുടെ ഇടയിൽ അങ്ങനെ അരുത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾ, വാക്കുകൾ പറയുമ്പോഴത്തേക്ക് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 42 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, കർത്താവ് തന്നെ പറയാണ്, യേശു അവരെ അടുക്ക വിളിച്ചു അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അതൊക്കെ ജാതികളുടെ ഇടയിൽ അങ്ങനെയാണ്. അവരിൽ മഹത്തുക്കളായവർ അധികാരം നടത്തും. അധികാരികൾ എന്ന് പറയുന്നത് അവിടുത്തെ വലിയ ആൾക്കാരെല്ലാം ആണ് അധികാരം നടത്തുന്നത്. അപ്പം അതുകൊണ്ട് അവരുടെ ഇടയിൽ എല്ലാവർക്കും അധികാരിയാകാനാണ് ഇഷ്ടം. കാര്യം എല്ലാവരും അവരെ സേവിക്കും. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. നാട്ടുകാരെ മുഴുവൻ നന്നാക്കുന്നതല്ല, അവിടെ എങ്ങനെയാണോ, ലോകത്തിൽ എങ്ങനെയാണോ അതുപോലെ ആകരുത് സഭയിൽ. ഇന്നിപ്പോൾ പറ്റിയിരിക്കുന്നത് ലോകത്തിലെ ഇലക്ഷനും ലോകത്തിലെ പദവികളും ലോകത്തിലെ മോഹങ്ങളും എല്ലാം സഭയിൽ കടന്നുകൂടിയിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം. കർത്താവ് കൃത്യമായി പറയുന്നു, അങ്ങനെ അരുത്.
ഒരാളൊരിക്കൽ ചോദിച്ചു, ഇലക്ഷന് നിന്നാൽ എന്താ പ്രശ്നമെന്ന്. സഭയ്ക്കകത്തെ കാര്യമാണ് പറഞ്ഞു. ഇലക്ഷന് നിന്നാൽ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞ്, ഇലക്ഷന് നിൽക്കുമ്പോൾ നിങ്ങൾ ആളുകളോട് പറയുന്നത് എന്താ? ബ്രദറെ, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം, കാര്യം എനിക്കെതിരായിട്ട് നിൽക്കുന്ന ആൾ പുള്ളി അത്ര നല്ല ഇതല്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമെന്നല്ലേ പറയുന്നത്. ആരെങ്കിലും പറയുമോ, എൻ്റെ സഹോദര എനിക്ക് വോട്ട് ചെയ്യരുത് കേട്ടോ, ഞാൻ ഒരു കൊള്ളരുതാത്തവനാ, എന്നാൽ എൻ്റെ എതിരാളിയായിട്ട് നിൽക്കുന്ന ആൾ, അയാൾക്ക് നീ വോട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും പറയുമോ? ആരെങ്കിലും പറയുമോ? ഇല്ല. അപ്പോൾ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളുവി എന്ന് പറഞ്ഞ വാക്യം ഇവിടെ പോയി. ആ ഒരു വാക്യം വിശ്വസിച്ചിട്ട് നമ്മളെങ്ങനെയാ വോട്ട് ചെയ്യാൻ പറയുന്നത്? നമ്മൾ പറയുമോ, ഞാനല്ല നല്ല ആള്, എനിക്കെതിരെ നിൽക്കുന്ന ആളാ, അതുകൊണ്ട് അങ്ങേർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാനാണെങ്കിൽ ഇവൻ പിന്നെ എന്തിനാ നിൽക്കുന്നത്? അങ്ങനെ പറയുമോ ആരെങ്കിലും? ഇവരാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. ലോകത്തിൽ അങ്ങനെയാണ്. ലോകത്തിലെ ഇലക്ഷൻ അങ്ങനെയാ. ഇലക്ഷനേ പാടില്ല എന്നാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുന്നവരായിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയായിരുന്നു ഒന്നാമത്തെ സഭയിലൊക്കെ അങ്ങനെയായിരുന്നു. അവിടെ വഴക്കില്ലായിരുന്നു, ബഹളമില്ലായിരുന്നു, പ്രശ്നങ്ങളില്ലായിരുന്നു. ഇന്നിപ്പോൾ ആൾക്കാരോട് പറഞ്ഞാൽ അവർ പറയും, എൻ്റെ ബ്രദറെ, അത് കുറച്ച് വല്ലതും കുറച്ച് പേര് കൂടി ഇരുന്നപ്പോഴല്ലേ, നമ്മൾ അങ്ങനെ വല്ലതും ആണോ, നമ്മൾ ഇത്രയും ആളുകളായില്ലേ, ഇതൊക്കെ പറയുന്നത്. നമ്മൾ വലിയൊരു സമൂഹമായില്ലേ. വലിയ സമൂഹമാണെങ്കിലും ചെറിയ സമൂഹമാണെങ്കിലും അവരുടെ ഇടയിലെ പോലെ നിങ്ങളുടെ ഇടയിൽ അരുത്. നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വി നീഡ് ടു ബി ഡിഫറൻറ്റ്. നമ്മുടെ സഭ വ്യത്യസ്തമായിരിക്കണം. വ്യക്തികൾ വ്യത്യസ്തമായിരിക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ചർച്ചും ഡിഫറൻ്റ് ആയിരിക്കണം. വളരെ വ്യത്യസ്തമായ അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലിയൊരു തർക്കവും ഉണ്ടായി, അവരുടെ ഇടയിലുണ്ടായി. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നതിന് ഉപകാരികളെന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. നോക്കുക, വളരെ കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ലോകക്കാരെ പോലെ നമ്മൾ ആകരുത്, നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കണം. ലോകക്കാരെ പോലെ നിങ്ങൾ വ്യക്തികളായിട്ടാകാൻ പാടില്ല എന്ന് തന്നെയല്ല, സഭയും നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. നിങ്ങളുടെ ഇടയിൽ അതുകൊണ്ട് എൻ്റെ സഭയും ഡിഫറൻ്റ് ആയിരിക്കണം. സഭകൾ നടത്തുന്നവർ അവരുടെ സഭകൾ വ്യത്യസ്തമായി നടത്തണം. ലൗകികരെ പോലെ ആകരുത്. ഒരു കാര്യം കൂടെ പറയട്ടെ, അത് വളരെ അത്യാവശ്യമുള്ളതുകൊണ്ട് പറയാണ്. ദുരുപദേശം പ്രസംഗിക്കുന്നവരോട് നമ്മൾ വേർപാട് സൂക്ഷിക്കണം. അതും കൂടെ നമുക്ക് പെട്ടെന്ന് പറയേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ്. ദുരുപദേശം പ്രസംഗിക്കുന്നവർ, നമ്മൾ 2 കൊരിന്ത്യരുടെ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ഉപദേശത്തിന് വിരുദ്ധമായ ഒരു ഉപദേശം കൊണ്ടുവരുന്നവനെ പൊറുക്കരുത്. നിങ്ങൾ പൊറുക്കുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച യേശുവിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു കാര്യം കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് സഹിക്കുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൻ്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയുള്ളവർ കപട അപ്പോസ്തോലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യമല്ല, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. അവർ ചിലപ്പോൾ അപ്പോസ്തോലൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. ആഫ്രിക്കയിലൊക്കെ അപ്പോസ്തോലന്മാരെ കൊണ്ട് കിടക്കപ്പൊറുതിയില്ല. എൻ്റെ ദൈവമേ, എന്തോ പറഞ്ഞാലും അവൻ പറയുന്നു, ഐ ആം അപ്പോസിൽ വെങ്കിങ്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് വരും. അപ്പോസിൽ, ചുമ്മാ അങ്ങ് പറയുക, ഞാൻ അപ്പോസിൽ. അങ്ങനെയുള്ളവർ അത് അവർക്ക് ദൈവവചനം അറിയത്തില്ല. ദൈവവചനം ബൈബിൾ കൊണ്ടുവരത്ത് പോലും ഇല്ലവന്മാർ. വേദപുസ്തകവും ഇല്ല, വേദവസം പഠിപ്പിക്കത്തില്ല. ദുരുപദേശം പഠിപ്പിക്കും തന്നെയല്ല, വളരെ മോശപ്പെട്ട സെക്ഷുവൽ ലൈഫൊക്കെ വളരെ മോശപ്പെട്ടു. അവൻ പറയുന്ന അപ്പോസ്തോലന്മാരെന്നാണ് പറയുന്നത്. ഡാറസലാമിൽ ഒരു അപ്പോസ്തോലനുണ്ട്. അയാളെ കാണണമെങ്കിൽ അവിടുത്തെ 1,00,000 ഷില്ലിങ്, അതായത് 3,000 രൂപ കൊടുക്കണം ഒന്ന് കാണണമെങ്കിൽ. അപ്പോസ്തോലനാ, ഒന്ന് കാണണമെങ്കിൽ. അങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തോലന്മാർ, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ഏഞ്ചൽ ഓഫ് ലൈറ്റ്. ഏഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങ് പറയും. ഇപ്പം പറഞ്ഞല്ലോ, ദൂതന്മാർ പലരുണ്ട്. നീലദൂതനുണ്ട്, വെള്ളിദൂതനുണ്ട്. നീലദൂതൻ കൊണ്ടുവരുന്നത് പൈസയാ, അതുകൊണ്ട് പൈസ വേണോ, നീലദൂതൻ വരും ഇവിടെ.
പൈസായും കൊണ്ടുവരുമെന്നൊക്കെ പ്രസംഗിക്കുന്ന കള്ള അപ്പോസ്തലന്മാർ, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്തത് പ്രസംഗിക്കുന്നവനെ നിങ്ങൾ കയറ്റരുത്. അവർ പറയുന്നത് വേദപുസ്തകം പോലും ആവശ്യമില്ലെന്ന് ഇപ്പം പറയുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതാ. പുതിയ നിയമത്തിൽ ആകെ 28 പുസ്തകമല്ലേ ഉള്ളൂ, അതിനകത്തുള്ള കാര്യമൊക്കെയാണോ? അതിനകത്തൊക്കെ പുറത്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. വേദപുസ്തകം വേണ്ടാന്ന് പറയുന്നവൻ അവന് ഉണർവിൻ്റെ വലിയ ആൾക്കാരാ. കള്ള അപ്പോസ്തലന്മാർ, വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നവൻ, ദൂതൻ പൈസ കൊണ്ടുവരുമെന്ന് പറയുന്നവൻ, അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ശത്രുവിന്നഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ജനകനോടെ വലമർന്നു നീ ഞങ്ങൾക്കായി ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും
ലോകക്കാർ നിത്യം ദൂഷിച്ചീടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദൂഷിച്ചീടിലും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.